യൂട്യൂബിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വീണ്ടും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ്. ഈ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഒരു സ്പൈ ആപ്ലിക്കേഷനാണ്. നമുക്ക് വീഡിയോ ഒക്കെ ആരും അറിയാതെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകരിക്കും. നമുക്ക് ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആപ്പിനെ പറ്റി പറയുവാണെങ്കിൽ 4.1 ഉണ്ട്. നല്ല റേറ്റിംഗ് ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. പിന്നെ 5 മില്യൺ ഡൗൺലോഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് സീക്രട്ട് വീഡിയോ റെക്കോർഡർ എന്നാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇത് ഞാൻ പ്ലേ സ്റ്റോറിലാണ് ഇതിപ്പോൾ ഓണാക്കി വെച്ചേക്കുന്നത്. നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ആപ്ലിക്കേഷൻ ആദ്യമേ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വലത്തെ സൈഡിൽ കാണുന്ന ഒരു ആപ്ലിക്കേഷൻ ഈ ഒരു ഐക്കൺ ഉള്ള ഒരു ആപ്ലിക്കേഷൻ മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങളത് ഇൻസ്റ്റാൾ ചെയ്ത് റൺ ചെയ്യാൻ നേരം മാത്രമേ ഈ ക്വിക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ അവിടെ ജനറേറ്റ് ആവത്തുള്ളൂ. ഈ രണ്ട് ആപ്ലിക്കേഷൻ വേണം നമുക്ക് ഈ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ഈ സീക്രട്ട് വീഡിയോ റെക്കോർഡർ എന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ രണ്ട് ഐക്കൺ നിങ്ങൾക്ക് കാണാൻ പറ്റും. രണ്ടും ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ക്വിക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കാണാൻ പറ്റും. ഇതാണ് നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആക്കുകയും ഓഫ് ആക്കുകയും ചെയ്യുന്നത്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മാത്രം മതി. ഇപ്പം ഞാൻ ടാപ്പ് ചെയ്താൽ മേളിലൊരു ബട്ടൺ കാണാം. നമുക്ക് ഷട്ടർ വലിച്ചിട്ടാൽ നമുക്ക് കാണാൻ പറ്റും റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇപ്പം ഒന്നുകൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിങ് സേവ് ആയി കഴിഞ്ഞു. ഇത് ഓണാക്കാനും റെക്കോർഡിംഗ് ഓണാക്കാനും ഓഫ് ആക്കാനും വേണ്ടിയുള്ള ഒരു ബട്ടൺ എന്ന് തന്നെ പറയാം. ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടൊരു ഐക്കണാണിത്. നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സെറ്റിങ്സ് എന്ന് പറയുമ്പം സീക്രട്ട് വീഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ഐക്കൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതും ആപ്ലിക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. ഇതിനകത്താണ് നമ്മളെല്ലാം ക്യാമറയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ടാപ്പ് ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഇൻട്രോ ഒക്കെ കാണിക്കും, ഒരു ലോഗോ ഒക്കെ കാണിക്കും. അത് നമ്മൾ ടാപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ ചെല്ലുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻ്റർഫേസിലേക്കാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് മേളിൽ സീക്രട്ട് വീഡിയോ റെക്കോർഡർ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കാണാം. അതിന് താഴെയായിട്ടൊരു വീഡിയോ ക്യാമിൻ്റെ പടം കാണാം. ഇപ്പുറത്തെ ഒരു ക്ലോക്കിൻ്റെ ഒക്കെ പടം കാണാം. അപ്പോൾ ഇതൊക്കെ എന്തുവാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു കാണാൻ പറ്റുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ റെക്കോർഡിംഗ് ആണോ അല്ലയോ നമുക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം ഓൺ വീഡിയോ റെക്കോർഡിംഗ് ആണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം വീഡിയോ റെക്കോർഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്ക് റെക്കോർഡിൽ കൊടുത്തു. വീഡിയോ റണ്ണിങ് ആണ്. അപ്പോൾ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി നമുക്കിപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഓണാക്കി ഈ ഒരു ഐക്കൺ ടാപ്പ് ചെയ്യുവാണെങ്കിൽ കണ്ടോ ഇവിടെ വീഡിയോ റെക്കോർഡിംഗ് ആണെന്ന് നമുക്കറിയാൻ പറ്റും. എത്ര സെക്കൻഡ് ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നു എന്നെല്ലാം നമുക്കറിയാൻ പറ്റും. അതാണ് ഈ ഒരു ഭാഗം, ഈ ഒരു വീഡിയോ ക്യാമിൻ്റെ ഐക്കണുള്ള ഭാഗത്തിൻ്റെ ഉപകാരം അല്ലെങ്കിൽ ഉപയോഗം എന്ന് പറയുന്നത്. അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ലോക്കിൻ്റെ പടമുള്ളതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾഡായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ടൈം, ഡേറ്റ്, ഡ്യൂറേഷൻ, ക്യാമറ ഏതാണ്, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഡേറ്റും ഒരു ടൈം സെറ്റ് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്ത് തുടങ്ങും. നമുക്കിവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് ക്യാമറയാണെന്നോ, ഏത് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ യൂസ് ചെയ്യേണ്ടത്, എത്ര ഡ്യൂറേഷനാണ്, ഇപ്പോൾ ഡേറ്റ് ഏത് ദിവസമാണ്, ഏത് സമയത്താണെന്നൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇത് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അന്നേരം നമ്മുടെ സ്ഥലത്തില്ലെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഈ ആപ്ലിക്കേഷൻ റൺ ആയിക്കോളും. പിന്നെന്ന് വെച്ചാൽ മേളിൽ കാണാൻ സാധിക്കും ഒരു ഫയലിൻ്റെ പടം. അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോ എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. ഇവിടെ തന്നെ നമുക്ക് ട്രിം ചെയ്യാനുള്ള കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ മേളിൽ ലോഗൗട്ട്, അത് ആപ്ലിക്കേഷൻ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യുന്നവർക്കുള്ള ഒരു ഫെസിലിറ്റിയാണ്. പിന്നെ അതിനിപ്പുറത്ത് കാണുന്നത് ഫയൽ റിനെയിം ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊക്കെയുള്ള കുറച്ച് ഓപ്ഷൻസ് ആണ്. അതാണ് ഫോൾഡർ ഫയൽ എന്ന് പറഞ്ഞ ഈ ഒരു ഓപ്ഷൻ. അതിൻ്റെ മേളിൽ തൊട്ടടുത്തായിട്ട് കാണാൻ പറ്റും വേറെ ഓപ്ഷൻ. അവിടെയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ സെറ്റിങ്സ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. വീഡിയോ ക്യാമറ, വീഡിയോ ക്വാളിറ്റി, റെക്കോർഡിംഗ് ഡ്യൂറേഷൻ, ഓറിയൻറ്റേഷൻ, അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻസ് ഇവിടെ എല്ലാം നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന സിമ്പിളായിട്ട് കുറച്ച് സെറ്റിങ്സ് ആണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്ക് അടിച്ച് പോവാം. ബാക്ക് അടിച്ച് പോയിട്ട് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാലും വീഡിയോ ഓൺ റണ്ണിങ് ആയിരിക്കും. നമ്മുടെ ഫോണൊക്കെ എല്ലാം എടുത്ത് പണിയുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഫ്രണ്ട് ക്യാമറയാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടേക്കുന്നതെങ്കിൽ, റണ്ണിങ്ങിൽ ചൂസ് ചെയ്തിട്ടേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോൺ ഉപയോഗിക്കുന്ന ആരാന്ന് നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു തരത്തിൽ ഇതൊരു സ്പൈ തന്നെയാണ്. പിന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതിന് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേറെ കുറേ ഹൈഡിങ് ആപ്ലിക്കേഷനിലൊക്കെ നമുക്ക് ഈ ഒരു സീക്രട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പെട്ടെന്ന് ആൾക്കാർ ക്യാച്ച് ചെയ്യുന്ന ഐക്കൺ മാറ്റിയിട്ട് വല്ല കാൽക്കുലേറ്ററിനോ
അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടല്ലോ, ടോർച്ച് എന്നോ ഫ്ലാഷ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ഇറങ്ങുന്ന മിക്ക സീക്രട്ട് റെക്കോർഡിങ്ങിനകത്തെല്ലാം അങ്ങനെ നമുക്ക് ഐക്കൺ മാറ്റിയിടാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷനകത്ത് എനിക്കെന്തോ അത് കാണാൻ പറ്റിയില്ല, അതൊരു ഫോൾട്ടായിട്ടുണ്ട്. ബാക്കിയെല്ലാം കൊണ്ട് തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങളെല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്ത് നോക്കണം. ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ അടുത്ത് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക.